വാർത്തകളിലേക്ക്. ഭൂപ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ജില്ല ഇടുക്കിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതിന് അടിയന്തര പരിഹാരമുണ്ടാകണം, അതിന് ഉപാധിരഹിത പട്ടയമാണ് വേണ്ടതെന്നും VD സതീശൻ പറഞ്ഞു. ഇൻഫാം രജത ജൂബിലി സമാപന ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഉപാധിരഹിത പട്ടയമാണ് കൊടുക്കേണ്ടത്, കർഷകർക്ക് കൊടുക്കേണ്ടത്. അത് കൊടുക്കാനുള്ള ഒരവസരം നമുക്കുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. കർഷകർക്ക് ഉപാധിരഹിതമായ പട്ടയം കൊടുക്കാനുള്ള ഒരു സംവിധാനം വേണം. കർഷകർക്ക് അവരുടെ ഉൽപാദന ചെലവിനനുസരിച്ച് സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഉൽപാദന ചെലവ് പ്ലസ് 50% ആണ് താങ്ങുവിലയായി നിശ്ചയിക്കുന്നത്. എത്ര ഉൽപാദന ചെലവാകും അതിന്റെ 50% കൂടി കൂട്ടിയിട്ടാണ് ഒരു കാർഷിക ഉൽപ്പന്നത്തിന്റെ തറവിലയും താങ്ങുവിലയും നിശ്ചയിക്കേണ്ടത്. ആ സ്ഥിതിയിലേക്ക് കർഷകർക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ആ മിനിമം സപ്പോർട്ട് പ്രൈസ് നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങൾക്കും, റബ്ബർ ഉൾപ്പെടെയുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും നമുക്കുണ്ടാകും. ഇവിടെ ഇൻഫാം രജത ജൂബിലി സമാപന സമ്മേളന ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കർഷക സമ്മേളനവും റാലിയും നടന്നു. ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പും കാർഷിക ജില്ലാ രക്ഷാധികാരിയുമായ മാർ ജോസ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, ഗുജറാത്ത്, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് കർഷകർ പങ്കെടുത്തു. ശ്രീ ജയ്സൺ ചെമ്പ്ളായിൽ, ശ്രീ നെൽവിൻ സി ജോയ്, ശ്രീ ജോയ് തെങ്ങുംകുടി, റവറന്റ് ഫാദർ ജോസഫ് ചെറുകരകുമേൽ, കേരള സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീ പച്ചപ്പൊലിമ പ്രോഗ്രാം ജനുവരി 29 കൊടിമറ്റത്ത് നാടിന്റെ നട്ടെല്ലായ കർഷകരുടെ നെഞ്ചിലുറങ്ങുന്ന സർഗാത്മക കലാവാസങ്ങൾക്ക് അരങ്ങൊരുക്കുന്ന കിസാൻ കാർണിവൽ കലാസംഗമം. ദേശീയ സെക്രട്ടറി മാത്യു മാമ്പറമ്പിൽ, ദേശീയ കമ്മിറ്റി അംഗങ്ങളായ ജോയി തെങ്ങുംകുഴി, CU ജോൺ, അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു തുടങ്ങിയവർ ദീപശിഖ വഹിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ, ഡീൻ കുര്യാക്കോസ് MP, കട്ടപ്പന നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി സമാപന ആഘോഷങ്ങളുടെ ഭാഗമായി 75 വയസ്സ് കഴിഞ്ഞ 1500 കർഷകരെ ആദരിക്കുന്ന ചടങ്ങായ വീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് 20 കുട്ടിക്കാനം മരിയൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കാർഷിക സമ്മേളനം 27 പൊടിമറ്റം സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ വെച്ച് നടക്കും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.